ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ നമ്മൾ SMC, ICT, പ്രൈസ് ആക്ഷൻ, അതുപോലെ തന്നെ ഫോറക്സ് മാർക്കറ്റിൻ്റെ ബേസ്, അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒന്ന് തുടങ്ങി വെച്ചായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് തുടങ്ങി വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് ചാറ്റ് പാറ്റേൺസ് ഉപയോഗിച്ച് എങ്ങനെ ട്രേഡ്സ് എടുക്കാം, എങ്ങനെ പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു ചാറ്റ് പാറ്റേൺസിൻ്റെ സീരീസിൽ എയിം ചെയ്യുന്നത്. അപ്പോൾ ചാറ്റ് പാറ്റേൺസ് എന്ന് പറയുന്നൊരു കാര്യം കുറച്ച് ബിഗിനർ ട്രേഡേഴ്സിന് കുറച്ച് ഒന്ന് ഓക്കെ ആയി വരാൻ കുറച്ച് ടൈം എടുക്കും. കാര്യം നമ്മൾ മാർക്കറ്റിൽ നല്ല എക്സ്പീരിയൻസ് ചെയ്ത് എടുക്കേണ്ട ഒരു കാര്യമാണ് ഈ ചാറ്റ് പാറ്റേൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചാറ്റ് പാറ്റേണിൻ്റെ കൂടെ ഇപ്പോൾ ICT അല്ലെങ്കിൽ SMC കൺസെപ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മോർ കൺഫർമേഷൻസ് എടുക്കാം. ഓരോ സെറ്റപ്പിലും നമുക്ക് ചില പോയിന്റിൽ നോക്കുമ്പം 2 സെറ്റപ്പൊക്കെ വന്നിരിക്കുന്നതാണ്. അപ്പം ചാറ്റ് പാറ്റേണോ അല്ലെങ്കിൽ ICTയോ അത് നമുക്ക് കണക്ട് ചെയ്ത് കൺഫർമേഷനും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ചാറ്റ് പാറ്റേൺസ് ആണ്. ഓക്കെ, അപ്പം ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ പ്രൈസ് ആക്ഷനും അതുപോലെ SMCയും ICTയും അതുപോലെ ബേസ് ഓഫ് ഫോറക്സ് മാർക്കറ്റ് എല്ലാം ഓരോ പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചാറ്റ് പാറ്റേൺ എന്ന് നോക്കാം. ചാറ്റ് പാറ്റേൺ എന്ന് പറയുന്നത് ഒരു യുണീക്ക് ഫോർമേഷനാണ്. ഒരു മാർക്കറ്റ് ഒരു പ്രൈസ് റേഞ്ചിനകത്തൊരു ഫോർമേഷൻ തരികയും നമുക്കൊരു ബ്രേക്ക് ഔട്ട് കാര്യങ്ങളൊക്കെ തരികയും ഒന്നുകിൽ നമ്മൾ ബ്രേക്ക് ഔട്ടിലോ അല്ലെങ്കിൽ റീടെസ്റ്റിലോ ഒക്കെ എൻട്രി എടുക്കും. ഓക്കെ, അപ്പോൾ ചാറ്റ് പാറ്റേൺസ് ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ കപ്പ് ആൻഡ് സോസർ, ഹെഡ് ആൻഡ് ഷോൾഡർ, അതുപോലെ തന്നെ ബുള്ളിഷ് ഫ്ലാഗ്, അങ്ങനെ ഒരുപാട് ചാറ്റ് പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ ഓരോ കാര്യവും ഓരോരോ കാര്യത്തിലായിട്ട് മാസ്റ്റർ ചെയ്ത് പോവുക. എല്ലാം കൂടി എടുത്തു വെച്ചിട്ട് ഇങ്ങനെ നോക്കാൻ നിന്ന മൊത്തത്തിൽ പാളിപ്പോത്തേ ഉള്ളൂ, അടപടലം പാളിപ്പോവും. അതുകൊണ്ട് ഓരോ കാര്യങ്ങളായിട്ട് നോക്കുക. അപ്പോൾ ചാറ്റ് പാറ്റേൺസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന കാര്യമെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹെഡ് ആൻഡ് ഷോൾഡർ ചാറ്റ് പാറ്റേൺസിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് നോക്കാം. ഹെഡ് ആൻഡ് ഷോൾഡറും ഉണ്ട്, അതുപോലെ തന്നെ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡറും ഉണ്ട്. ഹെഡ് ആൻഡ് ഷോൾഡറിന് ഓപ്പോസിറ്റായിട്ട് തലതിരിഞ്ഞ് വരുന്നതാണ് ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയുന്നത്. അപ്പം അതായത് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ ഹെഡ് ആൻഡ് ഷോൾഡർ അല്ലെങ്കിൽ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ ഇപ്പം നമ്മൾ പറയുന്ന കാര്യമെന്ന് വെച്ചാൽ ഒരു 2 ഷോൾഡറും, ഒരു ലെഫ്റ്റ് ഷോൾഡറും ഒരു റൈറ്റ് ഷോൾഡറും ഒരു ഹെഡും ഒരു നെക്ക് ലൈനുമാണ് ഈ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ അല്ലെങ്കിൽ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിലെ മെയിൻ ഘടകം എന്ന് പറയുന്നത്. ഈ ഒരു 3 കാര്യം, അതായത് ഇവിടെ നമുക്ക് ട്രെൻഡ് ലൈന് ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഓക്കെ, ട്രെൻഡ് ലൈൻ ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കാര്യം അത് ബ്രേക്ക് ചെയ്യും, അത് നമ്മളിവിടെ നെക്ക് ലൈനൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. ബ്രേക്ക് ചെയ്ത് പിന്നെ റീടെസ്റ്റ് എടുക്കുമ്പോഴൊക്കെ നമ്മൾ എൻട്രി എടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഹെഡ് ആൻഡ് ഷോൾഡർ എന്താണെന്ന് നോക്കാം. ശേഷം നമുക്ക് ലൈവ് ചാർട്ടിൽ ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ഹെഡ് ആൻഡ് ഷോൾഡർ പറയുമ്പോൾ നെക്ക് ലൈൻ സപ്പോർട്ട് ലെവലാണ്. ഓക്കെ, അതുപോലെ തന്നെ 3 ടോപ്പ് ലെവൽ ആഫ്റ്റർ ആൻഡ് അപ് ട്രെൻഡ്. ഒരു അപ് ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുമ്പം അവിടുന്ന് ഒരു ലെഫ്റ്റ് ഷോൾഡറും ഒരു ഹെഡും ഒരു റൈറ്റ് ഷോൾഡറും ക്രിയേറ്റ് ചെയ്യുന്നു. ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ കാര്യമാണ് പറയുന്നത്. നമുക്കാണെങ്കിൽ ദെൻ ഒരു ബ്രേക്ക് ഔട്ടോ കാര്യങ്ങൾ കിട്ടുമ്പോൾ സെല്ലോ, അല്ലെങ്കിൽ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ബയ്യോ, ബ്രേക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ റീടെസ്റ്റിലോ നമുക്ക് എൻട്രീസ് എടുക്കാം. ഓക്കെ, നമുക്കവിടെ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂളും ഉപയോഗിക്കാം. അപ്പം ഫിബൊനാച്ചി എങ്ങനെ ഉപയോഗിക്കുന്നതെന്നുള്ള കാര്യമൊക്കെ ഞാൻ വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഹെഡ് ആൻഡ് ഷോൾഡർ നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. എന്ന് വെച്ചാൽ ഇപ്പോൾ അപ് ട്രെൻഡിൽ വന്ന മാർക്കറ്റ് ഒരു പോയിൻ്റ് എത്തി താഴോട്ട് വന്നു, ഒരു പ്രൈസ് റേഞ്ചിൽ തട്ടി മുകളിലോട്ട് പോയി. അപ്പോൾ ഇവിടെ ഒരു ലെഫ്റ്റ് ഷോൾഡർ ക്രിയേറ്റ് ആയതിനു ശേഷമാണ് ഈ നെക്ക് ലൈന് വന്ന് ടാപ്പ് ചെയ്തത്. ദെൻ മാർക്കറ്റ് മുകളിലോട്ട് പോയി ഈ ലെഫ്റ്റ് ഷോൾഡറിനെ ബ്രേക്ക് ചെയ്തൊരു ഹെഡ് ക്രിയേറ്റ് ആയി. ഓക്കെ, ദെൻ മാർക്കറ്റ് താഴോട്ട് പിന്നെയും വന്നു ഈ നെക്ക് ലൈനിൽ. ഓക്കെ, നെക്ക് ലൈൻ ഏകദേശം ഒരു ട്രെൻഡ് ലൈൻ പോലെ തന്നെയാണ്. ഓക്കെ, ഒരു നെക്ക് ലൈനിൽ പിന്നെയും മാർക്കറ്റ് ടാപ്പ് ചെയ്തു. ദെൻ മുകളിലോട്ട് പോയി ഒരു റൈറ്റ് ഷോൾഡർ ക്രിയേറ്റ് ആയി. ഇവിടെ ഈ റൈറ്റ് ഷോൾഡറും ഈ ലെഫ്റ്റ് ഷോൾഡറും ഒരിക്കലും ഹെഡിന് മുകളിലായിട്ട് കയറി വരല്ലേ. ഓക്കെ, അപ്പം ഈ നെക്ക് ലൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുക്കും, അല്ലെങ്കിൽ റീടെസ്റ്റിൽ നമ്മൾ എൻട്രി എടുക്കും. അതാണ് ഈ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ നോക്കുവാണെങ്കിൽ ഡൗൺ ട്രെൻഡിൽ വന്ന മാർക്കറ്റ് ഒരു പോയിന്റിലെത്തി ഒരു ഷോൾഡർ തരികയും ദെൻ മാർക്കറ്റ് മുകളിലോട്ട് പോയി ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഒരു നെക്ക് ലൈൻ ഇവിടെയുണ്ട്.
ഈ നെക്ക് ലൈനിൽ വന്ന് ടാപ്പ് ചെയ്ത് താഴോട്ട് പോകും. ഈ ഷോൾഡറിൻ്റെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഒരു ഹെഡ് ക്രിയേറ്റ് ചെയ്യും. ദെൻ മുകളിലോട്ട് പോയി ആ നെക്ക് ലൈനിൽ തന്നെ ടാപ്പ് ചെയ്ത് താഴോട്ട് വരും. ഇവിടെ ഈ നെക്ക് ലൈൻ ഒരു റെസിസ്റ്റൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ നെക്ക് ലൈനിൽ ടാപ്പ് ചെയ്ത് ഒരു ഷോൾഡർ ക്രിയേറ്റ് ചെയ്യുകയും ദെൻ മുകളിലോട്ട് പോയി ഒരു ബ്രേക്ക് ഔട്ട് തന്ന് നമുക്ക് റീടെസ്റ്റിൽ എൻട്രി എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഈ ഹെഡ് ആൻഡ് ഷോൾഡറിന് നേരെ ഓപ്പോസിറ്റാണ് ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ എന്താ ഇവിടെ നോക്കുവാണെങ്കിൽ ഇതാ നോക്കേ, ഇവിടെ ഒരു നെക്ക് ലൈൻ മാർക്കറ്റ് ഉണ്ട്, ഒരു നെക്ക് ലൈൻ തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അപ് ട്രെൻഡിൽ വന്ന മാർക്കറ്റ് ഒരു പോയിന്റിലെത്തി താഴോട്ട് വന്ന് ഈ നെക്ക് ലൈനിൽ ടാപ്പ് ചെയ്ത് ദെൻ മുകളിലോട്ട് പോയി ഒരു ഹെഡ് ക്രിയേറ്റായി. ദെൻ താഴോട്ട് വന്ന് ആ നെക്ക് ലൈനിൽ പിന്നെയും ടാപ്പ് ചെയ്തു. ദെൻ മുകളിലോട്ട് പോയി ഒരു റൈറ്റ് ഷോൾഡർ ക്രിയേറ്റായി. ആ റൈറ്റ് ഷോൾഡർ ക്രിയേറ്റ് ആയിട്ട് ദെൻ മാർക്കറ്റ് താഴോട്ട് വന്നൊരു ബ്രേക്ക് ഔട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലെഫ്റ്റ് ഷോൾഡർ, ഹെഡ്, റൈറ്റ് ഷോൾഡർ, നെക്ക് ലൈൻ, ഇതൊക്കെയാണ് ഈ ഹെഡ് ആൻഡ് ഷോൾഡറിലെ മെയിൻ ഘടകങ്ങൾ. ഓക്കെ, ഇവിടെ നമ്മൾ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ നോക്കുക. ഡൗൺ ട്രെൻഡിൽ വന്ന മാർക്കറ്റ് ഒരു പ്രൈസ് റേഞ്ചിലെത്തി മുകളിലോട്ട് പോയി നെക്ക് ലൈനിൽ ടാപ്പ് ചെയ്ത് ദെൻ താഴോട്ട് വന്നൊരു ഹെഡ് ക്രിയേറ്റ് ആയി. ദെൻ മാർക്കറ്റ് മുകളിലോട്ട് പോയി ആ നെക്ക് ലൈനിൽ തന്നെ ടാപ്പ് ചെയ്ത് താഴോട്ട് വന്നൊരു റൈറ്റ് ഷോൾഡർ ക്രിയേറ്റ് ആയി. ദെൻ മാർക്കറ്റ് മുകളിലോട്ടൊരു ബ്രേക്ക് ഔട്ട് തരുന്നു, നമ്മൾ റീടെസ്റ്റിൽ എൻട്രി എടുക്കുന്നു. അപ്പോൾ എന്താണ് ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയുന്നൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ശേഷം നമുക്ക് 1:2 1:3 എന്നുള്ള രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈവ് ചാർട്ടിലോട്ട് പോവുകയാണെങ്കിൽ, ഓക്കെ, നമ്മൾ ലൈവ് ചാർട്ടിലോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഇവിടെ കുറച്ച് ഹെഡ് ആൻഡ് ഷോൾഡർ ഒന്ന് നോക്കിയിട്ടുണ്ട്. ഇതാണ്ട, ഇതൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ്. എന്ന് വെച്ചാൽ മുകളിലോട്ട് വന്ന മാർക്കറ്റ് ഇതാണ്ട. ഓക്കെ, ഇവിടെ നിന്ന് മാർക്കറ്റ് ഇവിടെ വന്നു, ഒരു ലെഫ്റ്റ് ഷോൾഡർ വന്നു, മാർക്കറ്റ് താഴോട്ട് പോയി. ദെൻ ഇവിടെ ഒരു ഹെഡ് വന്നു. ദെൻ മാർക്കറ്റ് താഴോട്ട് പോയി. ഇവിടെ വന്ന് നെക്ക് ലൈൻ വന്ന് ടാപ്പ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി റൈറ്റ് ഷോൾഡർ വന്നു. ദെൻ മാർക്കറ്റ് താഴോട്ട് പോയി. ഓക്കെ, ഇവിടെ നമ്മൾ ഇത് ഒരു നെക്ക് ലൈനായിട്ട് എടുക്കുകയും, ഓക്കെ, ഒരു നെക്ക് ലൈനായിട്ട് എടുക്കുകയും നമ്മൾ നോക്കുവാണെങ്കിൽ ഇതാ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഇവിടെ വന്നൊരു റീടെസ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ ഒന്നിലധികം നിങ്ങൾക്ക് കൺഫർമേഷനും കാര്യങ്ങളും എടുക്കാമെന്ന് പറയുന്ന കാര്യം, ഈ റീടെസ്റ്റിൽ നമ്മളിപ്പോൾ ചാർട്ട് പാറ്റേൺ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു റീടെസ്റ്റ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ICT കൺസെപ്റ്റൊക്കെ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ കൺഫർമേഷനാണ് അവിടെ. ഓക്കെ, അതാണ് ഇപ്പം ഹെഡ് ആൻഡ് ഷോൾഡർ. മനസ്സിലായോ? ലെഫ്റ്റ് ഷോൾഡർ എവിടെ നോക്കുവാണെങ്കിൽ ലെഫ്റ്റ് ഷോൾഡർ ഇതാണ്ട് ഇവിടെ ലെഫ്റ്റ് ഷോൾഡർ മാർക്കറ്റ് വന്നു. ദെൻ മാർക്കറ്റ് മുകളിലോട്ട് പോയി ഒരു ഹെഡ് വന്നു. ദെൻ മാർക്കറ്റ് താഴോട്ട് നെക്ക് ലൈൻ വന്ന് ടാപ്പ് ചെയ്ത് ഒരു റൈറ്റ് ഷോൾഡർ തന്നു. ദെൻ മാർക്കറ്റ് ഈ ഒരു നെക്ക് ലൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയും ദെൻ മാർക്കറ്റ് ഒന്ന് റീടെസ്റ്റ് ചെയ്യുകയും ഇവിടെ നിന്ന് ഈ ഒരു ഏരിയ വരെ മാർക്കറ്റ് മൂവ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു നെക്ക് ലൈന് കുറച്ച് മുകളിലായിട്ട് നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ക്രിയേറ്റ് ചെയ്യാം. ദെൻ ഒരു ഫസ്റ്റ് സ്വിങ് ഒക്കെ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് വെക്കാം. ദെൻ താഴോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്ന നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയുന്ന കാര്യം. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മളൊരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ നോക്കുവാണെങ്കിൽ ഇവിടെ ഇതും ഒരു ഹെഡ് ആൻഡ് ഷോൾഡറിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ലെഫ്റ്റ് ഷോൾഡർ, ഹെഡ്, ദെൻ മാർക്കറ്റ് താഴോട്ട് വന്ന് ഇവിടെ ടാപ്പ് ചെയ്തു. ദെൻ റൈറ്റ് ഷോൾഡർ, ദെൻ മാർക്കറ്റ് താഴോട്ട് ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് റീടെസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ നെക്ക് ലൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ ഇവിടെ വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എൻട്രി താഴോട്ട് പുഷ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഡബിൾ കൺഫർമേഷനാണ്. ഓക്കെ, സെൽ സൈഡ് എൻട്രി എടുക്കാൻ ഒരു ഡബിൾ കൺഫർമേഷനാണ്. അപ്പം ICTയും കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നിങ്ങളിപ്പോൾ ചാറ്റ് പാറ്റേൺസും അല്ലെങ്കിൽ SMCയും ICTയും ഒക്കെ കൂടി ഇങ്ങനെ പഠിച്ച് വെക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ, നമ്മളിനി നോക്കുന്നതാണ്ട ഇവിടെ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് മുകളിൽ നിന്ന് താഴോട്ട് വന്നു.
ലെഫ്റ്റ് ഷോൾഡർ വന്നു, ദെൻ മുകളിലോട്ട് പോയി, താഴോട്ട് വന്ന് മാർക്കറ്റ് ഹെഡ് വന്നു, ദെൻ മാർക്കറ്റ് മുകളിലോട്ട് പോയി, ദെൻ താഴോട്ട് വന്നൊരു റൈറ്റ് ഷോൾഡർ വന്നു, ദെൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. നമ്മൾ എൻട്രി എടുക്കുന്നത് ഈ ഒരു റീടെസ്റ്റ് നോക്കുക, മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു, മുകളിലോട്ട് പമ്പ് ചെയ്തു. ഇതാണ് നമ്മൾ ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ടോ? മാർക്കറ്റ് ഹെഡ് ആൻഡ് ഷോൾഡർ തരികയും ദെൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയും ആ ഒരു നെക്ക് ലൈനിൽ തന്നെ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്ത് മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ അതാണ് ചാറ്റ് പാറ്റേൺസിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഇതിൻ്റെ കൂടെ മറ്റെന്തെങ്കിലും ഒരു കൺസെപ്റ്റും കാര്യങ്ങളും അറിയുവാണെങ്കിൽ നല്ല ബെറ്റർ ആയിരിക്കും, നമുക്ക് നമ്മുടെ വിൻ റേറ്റ് കൂട്ടും. ഓക്കെ, നമ്മളൊരു ട്രേഡ് എടുക്കുന്ന കണക്ക് ചില ട്രേഡുകൾ നമ്മൾ ഒഴിവാക്കും. ആ ഒഴിവാക്കുന്നത് നമ്മളെ കഴിവാണ്. ഓക്കെ, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്ന ഒരു ട്രേഡ് ഒഴിവാക്കുന്നതും കഴിവാണ്. ഓക്കെ, അപ്പം എന്താണ് ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.